ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനത്തിന്റെ ഔപചാരികമായ ചടങ്ങുകൾ ഈ വേദിയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുകയാണ്. വികസന വിസ്മയമായ വിഴിഞ്ഞത്തിന് അതിന്റെ ജൈത്രയാത്രയിൽ ഒരു പുതിയ നാഴികക്കല്ലാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. ഇതിൽ പങ്കുചേരാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. വിഴിഞ്ഞം 2.0 is truly loading. അതിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് നിർവഹിക്കുന്നത്. ഒപ്പം ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി ശ്രീ സർബാനന്ദ സോനോവാൾജിയും എത്തിച്ചേരുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് മന്ത്രിയാണ് അദ്ദേഹം. മുൻപ് സൂചിപ്പിച്ചതുപോലെ 1 മില്യൺ TEU-വിൽ നിന്നും 5.7 മില്യൺ TEU-വിലേക്കുള്ള വളർച്ച, 5 മടങ്ങ് വളർച്ചയ്ക്കാണ് 2028 ഡിസംബറിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ അത്രമാത്രം വികസനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 2000 meter berth capacity and a total 4 kilometer of breakwater length. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്തിന്റെ വികസന വഴികളിൽ നമ്മൾ ആരും മുൻകൂട്ടി കാണാത്ത അത്ര വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഡിസംബറിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖം തുറന്നു എന്ന് നമുക്കറിയാം. അന്നു മുതൽ ഒരു വർഷം പൂർത്തിയായപ്പോൾ 2025 ഡിസംബർ ആയപ്പോഴേക്കും 670 കപ്പലുകൾ, 14.5 ലക്ഷം കണ്ടെയ്നറുകൾ എന്നിവയാണ് നമ്മൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് സ്വീകരിച്ചത്.